ഞങ്ങളുടെയൊക്കെ ബാല്യങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ യഥേഷ്ടം തോടുകളും കുളങ്ങളുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നീന്തൽ പഠിക്കുന്നതിന് പ്രത്യേകം അനുഭവജ്ഞാനമുള്ള അധ്യാപകരുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. മുതിർന്നവർ പോകുന്നതിൻ്റെ പിന്നാലെ ഞങ്ങളും അങ്ങോട്ട് പോവുകയും അവർ ചെയ്യുന്നതെല്ലാം കരയിൽ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചുമാണ് ഞങ്ങൾ നീന്തൽ പഠിച്ചത്. കാലം മാറിയപ്പോൾ തോടുകളും കുളങ്ങളുമൊക്കെ എണ്ണം കുറഞ്ഞെങ്കിലും ഉള്ളതിൽ തന്നെ നീന്താനോ കുളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. കാരണം മാലിന്യങ്ങളും ചില അസുഖങ്ങളും പടർന്നു പിടിക്കുന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ആധുനികതയിൽ ഇന്ന് നീന്തൽ പഠിക്കാൻ ഒരുപാട് നീന്തൽ കുളങ്ങൾ ഇന്ന് സജ്ജമാണ്. സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അധ്യാപകരും. ഞാൻ എൻ്റെ കൊച്ചുമകനെ നീന്തൽ പഠിപ്പിക്കുന്നതിന് മൂവാറ്റുപുഴ സെൻറ് തോമസ് സ്കൂളിൻ്റെ പ്രത്യേക സജ്ജമാക്കിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളിൽ ചേർക്കുകയാണ് ഉണ്ടായത്. 3-4 ദിവസം കൊണ്ട് തന്നെ അവൻ നീന്തൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു.